ഇന്ന് മട്ടൻ കറി റെഡിയാക്കിയാലോ. അതിനായിട്ട് ഞാനിവിടെ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന 2 കിലോ മട്ടനാട്ടോ എടുത്തിട്ടുള്ളത്. കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും. ഇതൊന്ന് നല്ലോണം മിക്സ് ചെയ്ത് നമുക്ക് കുക്കറിലായിട്ട് ആക്കിയിട്ട് വേകാനായിട്ട് വയ്ക്കാം. ഈ മിക്സിന് കുക്കറിലേക്ക് മാറ്റി വേവാൻ ആവശ്യത്തിന് വേണ്ട വെള്ളം ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ഗ്ലാസോളം വെള്ളം ചേർത്താൽ മതിയാകും. എന്നിട്ട് നമുക്ക് സ്റ്റവ് ഓണാക്കി അതിലേക്ക് വെക്കാം. ഒരു 3-4 വിസിൽ കേട്ട ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് 5 മിനിറ്റ് വെക്കാം. അന്നേരം മറ്റൊരു പാൻ ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ലോണം ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് തൊലി കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുള്ള വെളുത്തുള്ളി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. വെളുത്തുള്ളി കുറച്ചൊന്ന് ഇളക്കിയ ശേഷം നമുക്കിതിലേക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ഇത് രണ്ടും കൂടി നല്ലോണം ഇളക്കി ഏകദേശം ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് സവാള കട്ട് ചെയ്ത് വെച്ചേക്കുന്ന സവാള ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 4 സവാളയാട്ടോ എടുത്തിട്ടുള്ളത്. ഏകദേശം വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചിയും പച്ചമുളകും കൂടിയുള്ള പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ പച്ചച്ചുവ മാറുന്നത് വരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഏകദേശമായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 തക്കാളി ആട്ടോ എടുത്തിട്ടുള്ളത്. ഏകദേശം ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടികൾ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. കുക്കറിൽ വെച്ച സമയത്ത് മസാല കുറച്ച് ചേർത്താണ് വെച്ചത് കേട്ടോ. എന്നിരുന്നാലും ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഗരം മസാല എന്നിവ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കും. ഇതിലേക്ക് കുറച്ച് പട്ട, ഗ്രാമ്പു, ഏലക്ക മിക്സ് സ്പൈസസ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് കറി ലീവ്സും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കൂട്ട് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മുന്നേ കുക്കറിൽ വേവിച്ച് വെച്ചേക്കുന്ന മട്ടൻ കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്ത ശേഷം ഫ്ലെയിം ഒന്ന് സിമ്മിലേക്കാക്കി ഒരു 4 മിനിറ്റോളം നമുക്കത് അടച്ച് വയ്ക്കാം. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. നമ്മുടെ മട്ടൻ കറി റെഡി ആയിട്ടുണ്ട്. ഇഷ്ടമായില്ലെങ്കിൽ കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ.